ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് പാചകത്തിനകത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പെട്ടെന്ന് അങ്ങനെ ഫ്രിഡ്ജിലാക്കി സെറ്റാക്കി വെക്കാമെന്നാണ്. കുറച്ച് വെജിറ്റബിൾസ് ഞാനൊന്ന് ചില്ലീസ്, പിന്നെ കുറച്ച് ജിഞ്ചർ, ഗാർലിക്ക്, ക്യാരറ്റ്, പീസ്, പയർ, ഇത്രയും വേണം. ആദ്യം നമുക്ക് ഇതെല്ലാ വെജിറ്റബിൾസും നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളെല്ലാം ചെയ്യുന്നത് തന്നെയാണ്. കുറച്ച് വിനെഗർ ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കും. കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെക്കണേ. അതിനുശേഷം നല്ലൊരു തുണിയിലോ അല്ലെങ്കിൽ ഞാനിപ്പം നമ്മുടെ മാറ്റിലാണ് വെക്കുന്നത് കേട്ടോ. മാറ്റിലോ ഉണക്കാനായിട്ട് വെള്ളം വാരാൻ വയ്ക്കാം. ഇനി കുറച്ച് ക്യാരറ്റും കൂടെ ഞാൻ വിനാഗിരിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതേ സെയിം വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനൊരു 1 മണിക്കൂർ അടുപ്പിച്ച് വച്ചിട്ടില്ല. എന്നാലും ഒരു 3/4 മണിക്കൂറിന് മേളിൽ ഞാൻ വിനാഗിരിൽ ചില്ലീസും ക്യാരറ്റും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം പയറും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതെന്ത് ചെയ്യണം, നമ്മൾ നല്ല ഫ്രഷ് വാട്ടറിലെല്ലാം കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് തുണിയുടെ മുകളിലോ അല്ലെങ്കിൽ ഇതുപോലെ മാറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അതിൻ്റെ മുകളിലോ നമുക്ക് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അതാകുമ്പോൾ ഈ മാറ്റാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, പാത്രങ്ങൾ ഉണക്കാൻ വയ്ക്കുന്ന ആ മാറ്റ് തന്നെ കേട്ടോ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ മുകൾ ഭാഗത്തുള്ള വെള്ളം അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ മാറും. അപ്പം നമുക്കത് പെട്ടെന്ന് എടുത്ത് വയ്ക്കണമെങ്കിൽ കുറച്ച് മുകളിലുള്ള വെള്ളമെല്ലാം നമുക്കിതുപോലുള്ള ഒരു ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ചെടുക്കാം. ഓക്കെ. വെള്ളത്തോട് കൂടി ഒരിക്കലും ഫ്രിഡ്ജ് വയ്ക്കരുത്, പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചാൽ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇനി ഫ്രിഡ്ജിലോട്ട് മാറ്റിയാലോ. ഫസ്റ്റ് നമുക്ക് ചില്ലി എടുത്തിട്ട് അതിൻ്റെ ആ മുകൾ ഭാഗത്ത് ഞട്ടൊക്കെ ഒന്ന് അത് കളഞ്ഞിട്ട് വയ്ക്കാം. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത് വയ്ക്കുമ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഞാനൊരു ഫുഡ് പാഴ്സൽ വാങ്ങിച്ച ഒരു ടിൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്തിട്ട് നല്ലോണം മുകൾ ഭാഗത്തുള്ള വെള്ളമെല്ലാം തുടച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ ക്യാരറ്റും, അപ്പോൾ മുകളിലുള്ള അതെല്ലാം ഞാൻ ക്യാരറ്റിൻ്റെയും തുടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയും ക്യാരറ്റേ വാങ്ങിച്ചുള്ളൂ, 1/2 കിലോ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അതും ഞാൻ അതുപോലെ ഒരു പാത്രത്തിലിട്ട് മാറ്റി വെച്ചു. നമ്മളെ പീസ് അപ്പം ഇത് ഇത്രയും പറ്റുന്ന പാത്രം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇത് എയർ ടൈറ്റ് ബാഗ് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ പാത്രം ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് മാറ്റിയാലും മതി. ഓക്കെ. അപ്പോൾ ആ സിബ്ലോക്ക് ആകുമ്പം അതുപോലെ നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും, വായു അധികം അങ്ങോട്ട് കയറുകയും ഇല്ല. ഇത് നമുക്ക് നല്ല സീൽ ചെയ്ത് ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചാലോ. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ്, ഇത്രയും വെജിറ്റബിളാണ്. ഇത് നമുക്കിനി ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പം ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് 2 ബോക്സുകളുണ്ട്. ഒന്ന് ഫ്രൂട്ട്സ് ബാസ്ക്കറ്റും ഉണ്ട്, ഒന്ന് നോർമൽ വെജിറ്റബിൾ ബാസ്ക്കറ്റും. ഞാൻ ഫ്രൂട്ട് ബാസ്ക്കറ്റ് കാലിയായതുകൊണ്ട് ഞാൻ അതിനകത്ത് വെച്ചതേ ഉള്ളൂ. നെക്സ്റ്റ് വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി 2 മെത്തേഡുണ്ട്. ഒന്ന് ഇതുപോലെ മീൻസ് ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ആ ഉണ്ട പോലെ എല്ലാം ഇരിക്കുന്നത് അതെല്ലാം മാറ്റിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് ഇങ്ങനെ നല്ലോണം ഷേക്ക് ചെയ്താൽ അതിൻ്റെ തൊലികളെല്ലാം ഒന്ന് ലൂസണാവും. ഞാൻ അതുപോലെ ഒന്നും ചെയ്തില്ല. ഞാൻ നോർമലായിട്ട് തന്നെ എടുത്ത് ക്ലീൻ ചെയ്ത് കുറച്ച് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ജിഞ്ചറിലാണെങ്കിൽ ഭയങ്കര നമ്മൾ അഴുക്കുകളുണ്ട്. അപ്പം ഞാനത് ഒരു ഉപയോഗമില്ലാത്തൊരു ബ്രഷ് എടുത്തിട്ട് അത് നന്നായിട്ട് തുടച്ച് അതിൻ്റെ അഴുക്കെല്ലാം മാറ്റിയിട്ട് അത് നന്നായിട്ട് ഒരു തുണിയിൽ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ തുടച്ചെടുത്താലും മതി. അത് നമുക്കൊരു പാത്രത്തിൽ ഇട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ. ഞാൻ ഇത്രയും വാങ്ങിച്ചുള്ളൂ, അത് മാത്രമേ ഞാൻ വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ സെറ്റാക്കി. ഇനി നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഫ്ലേവർ തരുന്നത് നെക്സ്റ്റ് എന്താണെന്ന് പറയുമ്പോൾ കറി ലീഫ്. അപ്പോൾ കറി ലീഫ് ഞാൻ ഫ്രിഡ്ജിലൊന്നും വയ്ക്കാറില്ല. എനിക്ക് 2-3 ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ട് 2-3 ഞെട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കറി ലീഫ് എനിക്കുണ്ട്. ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. ഇത് നമ്മൾ കറി ലീഫ് ഇങ്ങനെ പറിക്കാതെ നിൽക്കുമ്പോൾ ഇതിങ്ങനെ തനിയെ തന്നെ അങ്ങ് കേടായി പോകും. അപ്പം ഈ അടുത്തിടയ്ക്ക് എനിക്കൊരു ആൻറ്റി പറഞ്ഞു തന്നാണ്, അങ്ങനെയുള്ളതെന്ത് അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ പുതിയ ലീഫ് ഉണ്ടാവത്തില്ല. അപ്പം അതിന് പകരം നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് കളയണമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെയാണ് കറി ലീഫ് സൂക്ഷിക്കുന്നത്. അപ്പം ഒരാഴ്ചത്തേക്കുള്ളത് ഞാൻ മാത്രം വെട്ടിയെടുത്ത് മാറ്റി വയ്ക്കും. ഓക്കെ. അപ്പം നമ്മുടെ ഇതെല്ലാം സെറ്റായി. ഇപ്പം ഞാൻ എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നൊരു 4-5 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞാനിത് നിങ്ങളെ തുറന്ന് കാണിക്കുന്നത്. എല്ലാം നല്ലോണം മറ്റേ സ്റ്റീം പോലെയൊക്കെ ഇരിപ്പുണ്ട്, മഞ്ഞുതുള്ളി പോലെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ വച്ചേക്കരുത്. ലോങ് ലാസ്റ്റിനാണല്ലോ. അതൊന്നുകൂടെ എടുത്ത് അതെല്ലാം തുടച്ച് വീണ്ടും ഒന്ന് വച്ചാൽ കുറച്ച് നാളും കൂടെ ഇത് ഇരിക്കും. അപ്പോൾ ഇത്
ഒരു 4 ദിവസത്തെ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഇരിക്കും കണ്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തുടച്ച് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ വെള്ളവും കൂടെ കുറച്ചുകൂടി തുടച്ചിട്ട് വെച്ചാൽ വീണ്ടും കുറച്ച് നാളും കൂടെയൊക്കെ ഇരിക്കും. എല്ലാം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇതുപോലെ എല്ലാ വെജിറ്റബിളും ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇത്ര തൽക്കാലം ഇതേ കാണിച്ചോളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. എപ്പോഴും എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ എല്ലാവരും പറയും ഞാനൊരു ടീച്ചറാണല്ലോ, ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു സ്കൂൾ ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയാണ്. അങ്ങനെ ആ ടോൺ അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. ഞാൻ എന്തായാലും മാറ്റാൻ ശ്രമിക്കാം കേട്ടോ. ഇതും കണ്ടോ, ഇത് ഞാൻ ആക്ച്വലി പയർ എടുത്തിട്ടേ ഇല്ല കേട്ടോ. പയർ ആവശ്യമായിട്ട് വന്നില്ല, വേറെ കോളിഫ്ലവറും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പയർ എടുത്തില്ല. അത് അതുപോലെ അങ്ങ് വെച്ചേക്കാണ് കേട്ടോ. 4ാമത്തെ ദിവസമാണ് ഞാൻ എടുത്തത്. ഒന്നിനും ഒരു കേടും ഒന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം വീണ്ടും തുടച്ച് ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റി വയ്ക്കാം. ഓക്കെ. അപ്പം അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുക്കത്താറുള്ളൂ. അപ്പം ഒന്നിനും ഒന്നും കേട് വന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു.